ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം സിനിമയുടെ 2024 ഒരു റൗണ്ടപ്പാണ്. അതായത് മലയാളത്തിൽ ഏകദേശം 228 സിനിമകൾ റിലീസ് ചെയ്തിരുന്നു 2024. അപ്പോൾ അതിലെ മെയിൻ സിനിമകളും ഏറ്റവും നല്ല ഹൈപ്പ് വന്ന പടങ്ങളും ചേർത്ത് ഉണ്ടാക്കിയ ഒരു ലിസ്റ്റ് വെച്ച് അതിൻ്റെ ജയപരാജയങ്ങളുടെ ഒരു വെർഡിക്റ്റാണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്നത്. ആദ്യം ജനുവരിയിൽ റിലീസ് ചെയ്ത പടങ്ങൾ. ഫസ്റ്റ് സിനിമ ആട്ടോ ആണ്. അതായത് ആനന്ദ് ഏകാർഷി ഡയറക്റ്റ് ചെയ്ത് വിനയ് ഫോർട്ടിനെ നായകനായി ചെയ്ത സിനിമ. നല്ല റിവ്യൂസൊക്കെ വന്ന സിനിമയാണ്. പക്ഷേ ബോക്സ് ഓഫീസിൽ അധികം അങ്ങോട്ട് പിക്കായില്ല. അത് ഒരു ആവറേജിലാണ് അവസാനിച്ചത്. 2024 ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു മിഥുൻ മാനുവൽ തോമസ് ജയറാമിനെ വെച്ച് ഡയറക്റ്റ് ചെയ്ത ഇബ്രാഹിം ഹോസ്ലർ. ഏകദേശം 40 കോടിയോളം വരുന്നു. അടുത്ത സിനിമ എന്ന് പറയുന്നത് സാജിദ് യഹിയ ഡയറക്റ്റ് ചെയ്ത കൽബ് എന്ന് പറഞ്ഞ മൂവിയാണ്. പടം അത്യാവശ്യം നല്ല റിവ്യൂ വന്നെങ്കിലും ഭയങ്കര ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. പക്ഷേ അതിനുശേഷം OTT ഇറങ്ങിയപ്പോൾ പടത്തിന് നല്ല റിവ്യൂ വരികയും OTTയിൽ നല്ല വ്യൂവർഷിപ്പ് കിട്ടുകയും ചെയ്ത പടമാണ്. ജനുവരിയിൽ പിന്നെ ഉണ്ടായ റിലീസാണ് മോസ്റ്റ് ഹൈപ്പ്ഡ് മൂവി ഇൻ മലയാളം സിനിമ ആയിരുന്നു. LJP മോഹൻലാലിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്ന മലൈക്കോട്ടെ വാലിബൻ. അത് തീർത്തും ഹൈപ്പിനോട് നീതി പുലർത്താൻ പറ്റാണ്ട് തിയേറ്ററിൽ ഭയങ്കരമായി പരാജയപ്പെട്ട മൂവിയായിരുന്നു. അത് ഒരു മാസം എന്ന ടാഗ് ലൈനിൽ കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം, ക്ലാസ് ആയിട്ടായിരുന്നു പടം പോയത്. അതുകൊണ്ട് തന്നെ ആ പ്രേക്ഷകർ പടം കൈവിട്ടു. മൊത്തം പരാജയമായിരുന്നു മൂവി. അടുത്ത ഫെബ്രുവരിയിലെ പടം അന്വേഷണം കണ്ടെത്തുവാണ് ആദ്യം ഇറങ്ങിയത്. ഡാർവിൻ കുര്യാക്കോസ് ടോവിനോനെ വെച്ച് ചെയ്ത പടമാണ്. അതൊരു ആവറേജ് ഹിറ്റ് ഒരു ഇതായിരുന്നു തിയേറ്ററിൽ. അടുത്തതായിട്ട് വരുന്നത് ഗിരീഷ് ഷേഡി നെസ്ലനെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയായിരുന്നു പ്രേമലു. വെറും 3 കോടി ബഡ്ജറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയായിരുന്നു. പക്ഷേ കളക്ഷൻ 100 കോടിയും കഴിഞ്ഞ് 136 കോടി കളക്ഷൻ മാറിയ മൂവിയായിരുന്നു. ഭയങ്കരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ്. ഇന്ത്യൻ സിനിമയിലെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ മൂവി കൂടിയാണ്. അടുത്ത സിനിമ രാഹുൽ സദാശിവൻ, നമ്മുടെ മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതനെയൊക്കെ പിടിച്ച സിനിമയാണ് ബ്രഹ്മയുഗം. ഏകദേശം 60 കോടിയോളം വരുന്നു. ജാനമന് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ്ത മഞ്ഞുമൽ ബോയ്സ്. മലയാളത്തിൽ 200 കോടി ഫസ്റ്റ് കളക്ഷനാണ് ഈ സിനിമ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് 50 കോടി കളക്ഷൻ പറഞ്ഞ ആദ്യത്തെ പടം കൂടിയാണിത്. മാർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസുകളിലൊന്നായിരുന്നു ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി. റിയൽ ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കി ഇടിച്ച പടമായതുകൊണ്ട് എല്ലാവർക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വിപരീതമായിട്ട് പടം വൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അടുത്ത സിനിമ എന്ന് പറയുന്നത് ഉല്ലാസ് ചെമ്പൻ ഡയറക്റ്റ് ചെയ്ത അഞ്ചക്കള്ളക്കൊക്ക എന്ന് പറഞ്ഞ പടമാണ്. ഇതിൽ മെയിനായിട്ട് ലുക്മാനൊക്കെയാണ് അഭിനയിച്ചത്. അതുപോലെ തന്നെ ചെമ്പ വിനോദാണ് പ്രൊഡ്യൂസർ. ഇത് തിയേറ്ററിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ കളക്ഷൻ അത്ര ആയില്ല, ഒരു ആവറേജ് ആയിരുന്നു പടം. അതിനുശേഷം പിന്നെ പൃഥ്വിരാജിനെ ബ്ലസ്സി സംവിധാനം ചെയ്ത ഗോഡ് ലൈഫാണ് ആടുജീവിതം. ഭയങ്കരമായിട്ട് ഹൈപ്പ്, കേരളത്തിൽ ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തൊരു മൂവിയായിരുന്നു. അതിനൊത്ത മേക്കിംഗ് ക്വാളിറ്റിയും BGMഉം പ്രൊഡക്ഷൻ ക്വാളിറ്റിയും എല്ലാം ഉള്ളതുകൊണ്ട് പടം നല്ല രീതിയിൽ കളക്ഷൻ വാരി. അങ്ങനെ ഏകദേശം 150 കഴിഞ്ഞ് 160 കോടിയിലാണ് പടം ക്ലോസ് ചെയ്തത്. പിന്നെ ഒരുപാട് റെക്കോർഡുകളൊക്കെ വെട്ടിക്കുകയും ചെയ്തു. ഈ വർഷത്തെ ഏറ്റവും വലിയ കേരള ഗ്രോസും കൂടിയാണ് മൂവി. ഏപ്രിലിൽ ആദ്യത്തെ സിനിമയായിരുന്നു ആവേശം. നമ്മൾ ജിത്തു മാധവൻ ഫഹദ് ഫാസിലിനെ വെച്ച് ചെയ്ത ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു ആവേശം. ഏകദേശം 154 കോടിയോളം പടം കളക്ഷൻ വാരിയായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു 2024. അടുത്തതായിട്ട് റിലീസ് ചെയ്തതാണ് വർഷങ്ങൾക്ക് ശേഷം. വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാലിനെയും ധ്യാനിനെയും വെച്ച് സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം. ആവേശത്തിൻ്റെ ഒപ്പം ക്ലാഷ് റിലീസായിട്ട് വന്ന മൂവിയായിരുന്നു. ഏകദേശം 80-81 കോടിയോളം രൂപ കളക്ട് ചെയ്തു. അടുത്ത സിനിമ രഞ്ജിത്ത് ശങ്കർ ഉണ്ണി മുകുന്ദനെയും മഹിമ നമ്പ്യാരിനെ വെച്ച് പിടിച്ച സിനിമയാണ് ജയ് ഗണേഷ്. അതൊരു മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു. പക്ഷേ പടം ഒരു ആവറേജ് തിയേറ്ററിൽ. ദിലീപിൻ്റെ അടുത്ത റിലീസുകളിലൊന്നായിരുന്നു വിനീത് കുമാർ ഡയറക്റ്റ് ചെയ്ത പവി കെയർടേക്കർ. ദിലീപിൻ്റെ സ്ഥിരം ഫാമിലി പ്രേക്ഷകരെ കണ്ടുകൊണ്ട് ചെയ്ത ഒരു മൂവിയാണ്. പക്ഷേ സ്ക്രിപ്റ്റിൻ്റെ പോരായ്മകളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള കളക്ഷനിലേക്ക് വന്നില്ല. ഏകദേശം ഒരു ആവറേജിൽ ഒതുങ്ങി മൂവി. അടുത്ത മെയ്യിലെ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ഡിജോ ജോസ് ആൻ്റണി ജനഗണമനയ്ക്ക് ശേഷം നിവിൻ പോളിനെ വെച്ച് പിടിച്ച സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ.
നിവിൻ പോളിൻ്റെ ഒരു തിരിച്ചുവരവൊക്കെ പ്രതീക്ഷിച്ച ഒരു സിനിമയായിരുന്നു. കാരണം അതിൻ്റെ വീഡിയോസൊക്കെ ഇറങ്ങിയതൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ പടം അത്ര ഉയർന്നില്ല, ഭയങ്കര പരാജയമായിരുന്നു പടം. ജീൻ പോൾ ലാൽ ടോവിനോനെ നായകനാക്കി പിടിച്ച മൂവിയായിരുന്നു നടികർ. അതിൻ്റെ പോസ്റ്ററുകളുകൊണ്ടും പിന്നെ ട്രെയിലറും ഒക്കെ കണ്ട് മേക്കിംഗ് ക്വാളിറ്റി കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന മൂവിയാണ്. പക്ഷേ തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു. ഏകദേശം 40 കോടിയോളം ബഡ്ജറ്റ് ഉണ്ടായിരുന്ന മൂവിയാണ്. 5 കോടിക്ക് അടുത്തുകൊണ്ട് കളക്ട് ചെയ്തുള്ളൂ. ഓൾ ടൈം ഡിസാസ്റ്റർ ആയിരുന്നു മൂവി. അടുത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ്, ബേസി ജോസഫ്, അനശ്വരരാജൻ മെയിൻ റോളിൽ വന്ന വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു. ഇത് നല്ലൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു പടം. 90 കോടിയോളം ആയിരുന്നു. രതീഷ് ബാലകൃഷ്ണ പൊതുവാള് ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. അതായത് എന്നതാം കേസ് കൂട് ഇതിലെ 2 ക്യാരക്ടേഴ്സിനെ വെച്ചൊരു സ്പിൻ ഓഫ് മൂവി ചെയ്തതാണ്. അല്ല വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ കൂടി പടത്തിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ ഭയങ്കര കൂടുതലായിരുന്നു. ഏകദേശം 18-20 കോടിയോളം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ 10-1 പോലും കളക്ട് ചെയ്യാണ്ട് പടം ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു. അടുത്ത സിനിമ വൈശാഖ് ഡയറക്റ്റ് ചെയ്ത മമ്മൂട്ടീനെയും രാജ്ബി ഷെട്ടീനെയൊക്കെ മെയിൻ റോളിൽ കൊണ്ടുവന്ന സിനിമയായിരുന്നു ടർബോ. പടം മമ്മൂട്ടീൻ്റെ ആദ്യത്തെ 100 കോടി ഒക്കെ പ്രതീക്ഷിച്ച് ഇറങ്ങിയൊരു ഹൈപ്പുള്ള പടമായിരുന്നു. പക്ഷേ പ്രതീക്ഷത്തെ വളർന്നില്ല. പടം ഒരു ആവറേജ് ആയിരുന്നു. അൽത്താഫ്, അനാർക്കലി മർക്കർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളാക്കി വിനോദ് ലീല ഡയറക്റ്റ് ചെയ്ത മന്ദാകിനി. ഏകദേശം ഒരു ആവറേജ്, ഒരു ഹിറ്റോ ആ ലെവലിലായിരുന്നു പടത്തിൻ്റെ കളക്ഷൻ കിട്ടിയത്. അടുത്ത സിനിമ എന്ന് പറയുന്നത് 2024 ഒരു സർപ്രൈസ് ഹിറ്റ് നൽകിയൊരു സിനിമയാണ് തലവൻ. ജിസ്ജോ ഡയറക്റ്റ് ചെയ്ത ബിജു മേനോനും ആസിഫ് അലിയും മെയിൻ റോളിൽ വന്ന സിനിമയാണ്. അത് ആസിഫ് അലീൻ്റെ ഒരു തിരിച്ചറിവ് കൂടിയായിരുന്നു. ഷൈൻ നിഗത്തിനെയും മഹിമ നമ്പ്യാരെയും നായകനാക്കി പിടിച്ച മൂവി ലിറ്റിൽ ഹാർട്ട്സ്. പടം നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മൂവിയാണ് ട്രെയിലർ കട്ട്സൊക്കെ കണ്ടപ്പോൾ. പക്ഷേ അതും വലിയ രീതിയിൽ ശ്രദ്ധ ഒന്നും കിട്ടാതെ ഫ്ലോപ്പിലേക്ക് പോവുമായിരുന്നു. അടുത്ത സിനിമയാണ് സംജാത് PS ഡയറക്റ്റ് ചെയ്ത ഗോളം എന്ന് പറയുന്ന സിനിമ. രഞ്ജിത്ത് സജീവ്, സണ്ണീവൻ, സിദ്ദീഖൊക്കെ മെയിൻ റോളിൽ വന്ന സിനിമയായിരുന്നു. പക്ഷെ തിയേറ്റർ കളക്ഷൻ അധികം ആയില്ലെങ്കിലും പബ്ലിക് ഓഡിയൻസിൻ്റെ റിവ്യൂ ഒക്കെ വെച്ച് നല്ലൊരു അഭിപ്രായമായിരുന്നു. എസ്ര മൂവിക്ക് ശേഷം ഒരു നീണ്ട ഗ്യാപ്പ് എടുത്ത് JK ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയായിരുന്നു ഗർ. കാസ്റ്റ് ആണെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടും കുഞ്ചാക്കോ ബോബനും. അതിൻ്റെ ട്രെയിലറും അതിൻ്റെ പ്ലോട്ടും വെച്ച് ഒരുപാട് പ്രതീക്ഷ നൽകുന്നൊരു മൂവിയായിരുന്നു. പക്ഷേ പടം ഫ്ലോപ്പായിരുന്നു മൊത്തത്തിൽ. അടുത്ത സിനിമയാണ് ക്രിസ്റ്റോ ടോമി ഡയറക്റ്റ് ചെയ്ത ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ. ഇതിൽ മെയിൻ റോള് ഉർവശി പാർവതിയൊക്കെ ആയിരുന്നു. ഇത് തിയേറ്ററിൽ അത്ര വലിയ വിജയമായില്ലെങ്കിലും ക്രിട്ടിക്സ് പരമായിട്ടൊക്കെ നല്ലൊരു റിവ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. കാരണം ഇതൊരു ഫിലിം ഫെസ്റ്റിവലിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ്. ആ സമയത്ത് സെക്കൻഡ് കിട്ടിയതാണ് ലാപ്ടോപ്പ് ലേഡീസ്. ഗഗനചാരി എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അരുൺ ചന്തു ഡയറക്റ്റ് ചെയ്ത ഗോകുൽ സുരേഷ്, അനാർക്കലി മരക്കാർ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളൊക്കെ ചെയ്തൊരു എക്സ്പെരിമെൻ്റൽ മൂവിയായിരുന്നു. ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് നല്ല റിവ്യൂ ഒക്കെ വന്നതായിരുന്നു. പക്ഷേ അതും പടം തിയേറ്ററിൽ അധികം പിക്ക് ചെയ്തില്ല. ഒരു ആവറേജോ ഫ്ലോപ്പോ ആ ലെവലിലൊക്കെ ആയിരുന്നു പടം പോയത്. ജൂലൈയിൽ പ്രധാനപ്പെട്ട റിലീസുകളിലൊന്നായിരുന്നു ഇടിയൻ ചന്തു. ഒരുപാട് ഗ്യാപ്പിന് ശേഷം പീറ്റർ ഹെയ്ൻ ആക്ഷൻ ഡയറക്ടറായിട്ട് തിരിച്ചു വരുന്നു എന്ന പ്രത്യേകതയുള്ള മൂവിയായിരുന്നു. അത് തന്നെയായിരുന്നു പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ്. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് വരാൻ പടത്തിന് കഴിഞ്ഞില്ല. അതും തിയേറ്ററിൽ പരാജയമായിരുന്നു. അടുത്ത സിനിമയാണ് ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമലാപ്പോൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയ അർഫാസ് അയ്യൂബ് ഡയറക്റ്റ് ചെയ്ത ലെവൽ ക്രോസ്. അത് ആ പടം തിയേറ്ററിൽ ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നെങ്കിലും പിന്നെ OTT ഒക്കെ ഇറങ്ങിയപ്പോൾ നല്ല റിവ്യൂസ് ആയിരുന്നു. ആഗസ്റ്റിൽ ഫസ്റ്റ് ഇറങ്ങിയ സിനിമയാണ് അഡിയോസ് അമീഗോസ്. നഹാസ് നാസർ ഡയറക്റ്റ് ചെയ്ത സുരാജ്, ആസിഫ് അലി ഒക്കെ മെയിൻ റോളിൽ വന്ന സിനിമയായിരുന്നു. പക്ഷെ തിയേറ്ററിൽ അത്ര വലിയ വിജയമായില്ലെങ്കിലും നല്ല OTT ഒക്കെ ഇറങ്ങിയപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു ക്രിട്ടിക്സിൽ നിന്നൊക്കെ. ജീത്തു ജോസഫ് ബേസിൽ ജോസഫിനെ വെച്ച് ഡയറക്റ്റ് ചെയ്തൊരു മൂവിയാണ് നുണക്കുഴി. അത്യാവശ്യം പ്രേക്ഷകരൊക്കെ പടം കണ്ടു എന്നുള്ള നിലയിൽ അത്യാവശ്യം കളക്ട് ചെയ്തു. എന്തായാലും ഏകദേശം ഹിറ്റ്, സൂപ്പർ ഹിറ്റ് ലെവലിലാണ് പടത്തിൻ്റെ സ്റ്റാറ്റസ്. ഗൗതമൻ്റെ രഥത്തിന് ശേഷം ആനന്ദമേനോൻ ഡയറക്റ്റ് ചെയ്ത് വിപിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് വാഴ. അതിൽ മെയിൻ റോളായിട്ട് വന്നത് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ ഹാഷർ റീൽസിലൂടെയൊക്കെ ഫേമസ് ആയ ആൾ. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ നല്ലൊരു
പടമായിട്ട് വന്ന് തിയേറ്റർ കളക്ഷൻ ആണെങ്കിലും നല്ല സൂപ്പർ ഹിറ്റായിരുന്നു പടം. ഇനി സെപ്റ്റംബറിലെ മെയിൻ റിലീസ് ചെയ്തതെന്ന് വെച്ചാൽ ARM ആണ്, അജയൻ്റെ രണ്ടാം മോഷണം. ടോവിനോനെ വെച്ച് ജിതിൻ ലാൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരുന്നു. ഒരുപാട് ഹൈപ്പ് ഉണ്ടായ മൂവി തന്നെയാണ്. അപ്പോൾ ഹൈപ്പിനൊക്കെ അത്യാവശ്യം നിൽക്കുകയും ചെയ്തു പടം. അത് അടുത്ത 100 കോടി കളക്ട് ചെയ്ത മൂവിയിലേക്ക് പോയി. ടോവിനോയുടെ സോളോ 100 കോടിയാണ് ഫസ്റ്റത്തെ. അടുത്ത സിനിമ എന്ന് പറയുന്നത് ദിൻജിത്ത് ഡയറക്റ്റ് ചെയ്ത കിഷ്കിന്ദ കാണ്ഡം. ആസിഫ് അലി, അപർണ ബാലമുരളി, പിന്നെ വിജയരാഘവൻ എല്ലാം മെയിൻ റോളിൽ വന്ന സിനിമയായിരുന്നു. ആ പടം ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു. കാരണം ഇറങ്ങിയ സമയത്തൊന്നും അത്ര ഫസ്റ്റ് ഡേ ഒന്നും ആയില്ലായിരുന്നു. ട്രെയിലറൊക്കെ നോർമൽ ആസിഫ് അലീൻ്റെ ഒരു പടമായിട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പടം പ്രതീക്ഷിക്കാണ്ടാണ് കത്തിക്കയറിയത്. 75 കോടിയോളം ആയിരുന്നു സിനിമ. അടുത്തതായിട്ട് ഒമർ ലുലുവിൻ്റെ ബാഡ് ബോയ്സ്. റഹ്മാനെ, ബിബിൻ ജോർജിന, പിന്നെ ധ്യാൻ ശ്രീനിവാസ് ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളാക്കി പിടിച്ചൊരു മാസ് മസാല എൻ്റർടൈനർ പോലത്തെ ഒരു മൂവിയായിരുന്നു. പക്ഷെ അതും തിയേറ്ററിൽ പരാജയമായിരുന്നു. അടുത്ത സിനിമയാണ് അജിത്ത് മാപ്പള്ളി ഡയറക്റ്റ് ചെയ്ത കൊണ്ടാൽ. പെപ്പെ, ആൻ്റണി വർഗീസായിരുന്നു മെയിൻ റോളിലായിട്ട് വന്നത്. പക്ഷേ പടം തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു. ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ്, അതായത് കനി, കുസൃതി, ദിവ്യപ്രഭ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി റിലീസ് ചെയ്ത മൂവിയാണ്. അത് ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയിട്ട് അവാർഡുകൾ കിട്ടി, അങ്ങനെ ഒരുപാട് ഫെയിം കിട്ടിയ മൂവിയാണ്. ഇപ്പോൾ ഓസ്കാറിന് നോമിനേഷനിലൊക്കെ പോയിട്ടുണ്ട് മൂവി. പക്ഷേ തിയേറ്ററിൽ പടം പരാജയം തന്നെയായിരുന്നു. അടുത്ത സിനിമ എന്ന് പറയുന്നത് അമൽ കെ ജോബി ഡയറക്റ്റ് ചെയ്ത ഗുമസ്ത് എന്നൊരു സിനിമയാണ്. അതിൽ മെയിൻ റോള് ബിബിൻ ജോർജ്, ദിലീഷ് പോത്തനൊക്കെ ആയിരുന്നു. പടം തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ നല്ല മൗത്ത് പബ്ലിസിറ്റി വഴി നല്ല റിവ്യൂ ഒക്കെ വന്നതാണ്. പക്ഷേ തിയേറ്ററിൽ ഫ്ലോപ്പായി. ഉല്ലാസ് കൃഷ്ണ ഡയറക്റ്റ് ചെയ്ത പുഷ്പക വിമാനം. സിജു വിൽസൺ, ബാലു വർഗീസിൻ്റെയൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു. പോസ്റ്ററും ഇതൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു ടൈം ട്രാവലോ സയൻസ് ഫിക്ഷൻ പടം ആണെന്ന് വിചാരിച്ചത്. പക്ഷേ എന്തോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫ്രഷ് രീതിയിലാണ് മേക്ക് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷേ അതും തിയേറ്ററിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ല. അതും മൊത്തത്തിൽ ഫ്ലോപ്പായിരുന്നു പടം. തെക്ക് വടക്കെന്നുള്ള സിനിമയായിരുന്നു. പടം ട്രെയിലറും പോസ്റ്റേഴ്സൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം സുരാജും വിനായകനൊക്കെ ഒന്നിക്കുന്ന ഒരു സിനിമ എന്നുള്ളൊരു ഹൈപ്പായിരുന്നു. പക്ഷേ പടം തിയേറ്ററിൽ വന്നപ്പോൾ അത്ര നന്നായി. അമൽനീത് ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് ബോഗൻവില്ല. പടം അത്യാവശ്യം ഹൈപ്പിനോട് നീതി പുലർത്തിയില്ലെങ്കിൽ കൂടി ആൾക്കാരെ തിയേറ്ററിലേക്ക് കയറ്റാൻ പറ്റി. ഏകദേശം 35 കോടി പ്ലസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അർജുന അശോകൻ, ബാലു വർഗീസിനെയൊക്കെ വെച്ച് പ്രധാന കഥാപാത്രങ്ങളൊക്കെ ചെയ്ത പല്ലൊട്ടി 90s കിഡ്സ്. അത് അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ വന്നാണ് തിയേറ്ററിൽ. മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്തോ ആളുകളധികം തിയേറ്ററിലേക്ക് വന്നില്ല. ഏകദേശം ഫ്ലോപ്പാണ് പടം. ഗിരീഷേടി പ്രേമലുവിന് ശേഷം നസ്ലിനായിട്ട് ഒന്നിച്ച് ഇറങ്ങിയ സിനിമയാണ് അയാം കാതലൻ. പക്ഷേ പ്രതീക്ഷിച്ച പോലെ അത്ര അടിപൊളിയായിട്ട് വന്നില്ല സിനിമ. തിയേറ്ററിൽ ആവറേജ് ആയിരുന്നു പടം. കപ്പേളയ്ക്ക് ശേഷം മുസ്തഫ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് മുറ. പുതുമുഖങ്ങളായ കുറച്ച് പിള്ളേരെ പിന്നെ സുരാജിനെയും വെച്ച് പിടിച്ച ഒരു ഗാങ്സ്റ്റർ മൂവിയായിരുന്നു. ഒരു ആവറേജ് രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ പടത്തിന് സാധിച്ചു. ഹലോ മമ്മി പടം തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ നല്ല റിവ്യൂസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിരുന്നു സിനിമ. MC ജിതിൻ, ബേസിൽ ജോസഫിനെയും നസ്രീനെയും വെച്ച് ചെയ്ത മൂവിയാണ് സൂക്ഷ്മദർശിനി. ഭയങ്കരമായിട്ട് തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ സാധിച്ചു. 50 കോടിക്ക് മുകളിൽ കളക്ഷൻ വാരി പടം. രുതിരം, രാജ് ബി ഷെട്ടി, അപർണ ബാലമുരളി എല്ലാം മെയിൻ റോളിൽ വന്ന സിനിമയായിരുന്നു രുതിരം. പരാജയം പറഞ്ഞ പടം. റൈഫിൾ ക്ലബ്ബ്, അനുരാഗ് കശ്യപ്, ദിലീഷ് പോത്തൻ, അങ്ങനെ ഒരുപാട് താരനിരകൾ അണിനിരുന്ന മൂവിയാണ്. സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്ററിലേക്കുള്ള രീതിയിലുള്ള സ്റ്റാറ്റസ് പടത്തിന് കിട്ടിയിട്ടുണ്ട്. ആഷിഖ് അബുവിൻ്റെ ഒരു കംബാക്കും കൂടിയാണ് മൂവി. എക്സ്ട്രാ ഡീസൻറ്റ്. പക്ഷേ പടം ഇറങ്ങിയ സമയത്ത് നല്ല റിവ്യൂസൊക്കെ ആയിരുന്നു, പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു. പക്ഷെ പടം ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ മാർക്കോയും റൈഫിൾ ക്ലബ്ബൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ അത്ര വിജയമായില്ല. ഒരു ആവറേജ് ഹിറ്റൊക്കെ ആയിരുന്നു പടം. ഹനീഫ് അദേനി, ഉണ്ണിമൂന്നിനെ വെച്ച് ഡയറക്റ്റ് ചെയ്ത മാർക്കോ. മോസ്റ്റ് വയലൻറ്റ് മൂവി ഇൻ മലയാളം സിനിമ എന്ന ടാഗ് ലൈനിൽ വന്ന സിനിമയാണ്. പടം നല്ല രീതിയിൽ എല്ലാ ഭാഷയിലും കളക്ഷൻ കിട്ടി. ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആണ്. 2024 അവസാനമായിട്ട് ഇറങ്ങിയ സിനിമയാണ് ബറോസ്. നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു പടമായിരുന്നു. കാരണം എൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മോഹൻലാലായിരുന്നു. ആദ്യത്തെ ഒരു ഡെബ്യൂട്ട് ഡയറക്ഷനായിരുന്നു മോഹൻലാലിൻ്റെ. തിയേറ്ററിൽ അത്ര വിജയമായില്ല. കാരണം ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു. മൊത്തം നെഗറ്റീവ് റിവ്യൂസ് തന്നെയായിരുന്നു സിനിമക്ക്.
2024 മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ മലയാളത്തിലൊരു നല്ലൊരു ഭാഗ്യമുള്ള വർഷം തന്നെയാണ്. കാരണം 1200 കോടിയോളം മൊത്തം ടോട്ടൽ ഗ്രോസ് വാരി ഒരു സുവർണ ഒരു വർഷം തന്നെയാണ് മലയാളത്തിന് കിട്ടിയത്. 6 സിനിമ 100 കോടി ക്ലബിൽ കയറി അല്ലേ, അതിൽ ഒരു സിനിമ 200 കോടി ക്ലബിൽ കയറി, ഒരു മൈൽ സ്റ്റോൺ കിട്ടി. പിന്നെ അതുകൂടാണ്ട് 5 സിനിമ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ വാരി. അങ്ങനെ മൊത്തത്തിലൊക്കെ ആണെങ്കിൽ നല്ലൊരു കാലം തന്നെയാണ് മലയാളത്തിൽ. കാരണം ഇന്ത്യൻ സിനിമയുടെ തന്നെ ടോപ്പ് 3 എന്തോ അല്ലേ, ടോപ്പ് 3യിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ 2024 കിട്ടിയത് കയറിയാണ് ടോപ്പ് 3യിൽ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും 228 സിനിമകൾ ഇറങ്ങിയില്ലേ മലയാളത്തില്, അതിൽ 1000 കോടിയോളം ചെലവ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ 1200 കോടി വാരെങ്കിലും അതിൽ 700 കോടിയോളം നഷ്ടം വന്നിട്ടുണ്ട് പടങ്ങളില്. 300 കോടി നമുക്ക് ലാഭം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും പടങ്ങൾ ജയിച്ചെങ്കിലും വളരെ കയ്യിലുണ്ടാവുന്ന നിസ്സാര പടങ്ങളാണ് ഭയങ്കരമായിട്ട് കളക്ഷൻ അല്ല ബ്ലോക്ക് ബസ്റ്റർ ലെവലിലേക്ക് പോയത്. ബാക്കിയൊക്കെ ഹിറ്റും ആവറേജും പിന്നെ ഒരു നല്ലൊരു ശതമാനം ഡിസാസ്റ്ററുമായി ഫ്ലോപ്പും മുടക്കുതലും കിട്ടാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നഷ്ടം തന്നെയാണ് അല്ലേ, നല്ല രീതിക്കുള്ള നഷ്ടം ഉണ്ടായിരുന്നു. 2023 കൊറോണക്ക് ശേഷം അല്ലെങ്കിൽ എന്താ പറയുക കുറേ നാൾക്ക് ശേഷം. പിന്നെ 1000 കോടി എന്ന് പറഞ്ഞ മൈൽ സ്റ്റോണൊന്നും ഇതുവരെ മലയാള സിനിമ തൊട്ടിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു അപ്രിസിയേഷൻ കിട്ടിയ വർഷം തന്നെയാണ്. ഈ 2025 എന്താണെന്ന് കണ്ടറിയാം. നിങ്ങൾ വീഡിയോ വേണ്ടി പോയാണ് ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.